വികസന കണ്ണൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ലക്ഷ്യമിട്ടുള്ള വികസന സെമിനാർ ശനിയാഴ്ച രാവിലെ 10:30 മുതൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. ജില്ലാ ആസ്ഥാനം എന്ന പരിഗണന നൽകി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ തയ്യാറാക്കിയതാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി. കണ്ണൂർ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് ഈ പദ്ധതി. 748 കോടി രൂപയുടെ പദ്ധതിയാണ്. 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. ഈ പദ്ധതിയുടെ ഭാഗമായി 3 റോഡുകൾ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മേലെ ചൊവ്വ മേൽപ്പാലം പ്രവൃത്തി, കാൽടെക്സ് മേൽപ്പാലത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാം. ഇതിന് ഈ 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന് സ്വാഭാവികമായും ചെറുതും വലുതുമായ ചില അസൗകര്യങ്ങളൊക്കെ ഇന്ന് വന്നതുകൊണ്ട് 1600 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കണ്ണൂർ മണ്ഡലത്തിൽ 10 വർഷത്തിനിടെ നടത്തിയത്. പശ്ചാത്തല മേഖലയിൽ മാത്രം 1110 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും മെക്കാഡം ചെയ്യുന്നതിനായി 54 കോടി രൂപ ചെലവഴിച്ചു. തദ്ദേശ റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 35 റോഡുകൾ തെരഞ്ഞെടുത്ത് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 10 കോടി രൂപ ഇതിനായി അനുവദിച്ചു. 5 പാലങ്ങൾ നിർമ്മിച്ചു. 2 പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 7 പാലങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ശാശ്വതമായി പരിഹരിക്കുന്നതിനും നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് 748 കോടി രൂപയുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി. 11 റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. ഈ പദ്ധതിയുടെ ഭാഗമായ മേലെ ചൊവ്വ മേൽപ്പാലത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 130.87 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഏറ്റെടുത്ത സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ചാല കട്ടിംഗ് മേൽപ്പാലം, താഴെ ചൊവ്വ സ്പിന്നിംഗ് മിൽ റോഡ്, തീരദേശ ഹൈവേ എന്നിവയുടെ പ്രവൃത്തിക്കും അനുമതിയായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സർക്കാർ വിദ്യാലയങ്ങളെ ഹൈടെക് നിലവാരത്തിൽ എത്തിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലം വികസന സമിതി കൺവീനർ N. ചന്ദ്രൻ, U. ബാബു ഗോപിനാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.